പാർട്ട് 1ൻ്റെ ബാക്കി പ്രൊസീജിയറിലോട്ടാണ് നമ്മൾ പോകുന്നത്. സേവ് ആൻഡ് കണ്ടിന്യൂ നേരത്തെ ഓൾറെഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകുന്നത് ബ്ലൈൻഡ് ആണോ SC/ST കാറ്റഗറി ആണോ എന്നൊരു ഫോമിലേക്കാണ്. യെസ് ആണെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോ ആണെങ്കിൽ വേണ്ട. അതിനുശേഷം പ്രാക്ടീസ് പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചാൽ അടുത്ത ഫോമിലെത്തും. LLB നമ്മൾ 3 ഇയർ ആണോ 5 ഇയർ ആണോ റെഗുലർ ആണോ പാർട്ട് ടൈം ആണോ, പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ നമ്മുടെ എക്സാം എഴുതി അതുപോലെ തന്നെ കമൻസ്മെൻറ്റ് ഇയർ കംപ്ലീഷൻ ഇയർ ഒക്കെ LLB പാസിംഗ് ഡേറ്റ് അടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലാണോ, പിന്നെ യൂണിവേഴ്സിറ്റി നെയിം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യുക. നമ്മൾ കോളേജ് ഏത് നെയിമാണോ വരുന്നത് അതും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്യാം. അവിടെ യൂണിവേഴ്സിറ്റി അഡ്രസ്സോ കോളേജ് അഡ്രസ്സോ ഒന്നും നിർബന്ധമില്ല, അപ്പോൾ അതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്. എന്നിട്ട് നമുക്കതും സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ 100 KB ബിലോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ അപ്ലോഡ് ചെയ്യേണ്ട PDF അത് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് സെലക്ട് ചെയ്ത് 100 KB എന്നുള്ളത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പിൽ കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ SLC +2 ഗ്രാജുവേഷൻ LLB പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, അതും ആഡ് ചെയ്യാം. LLB ഒറിജിനൽ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇത്ര നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് അവിടെയും സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നോമിനിയിലേക്കാണ് പോകുന്നത്. നോമിനി എന്ന് പറഞ്ഞാൽ ആഡ് നോമിനി എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാരൻസോ ഗാർഡിയൻസിൻ്റെ നെയിം ആധാർ നമ്പർ ഫോൺ നമ്പർ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതും നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പോകുന്നത് അടുത്ത ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഫോട്ടോഗ്രാഫ് നമ്മൾ ഫോം നമ്പർ 4 നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്, അതുപോലെ തന്നെ നമ്മൾ ആധാർ കാർഡ് അഡ്രസ് പ്രൂഫ് അത് ആധാറിന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡിക്ലറേഷൻ ഫോമാണ് അവിടെ ടിക്കിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലോട്ട് എത്തും. 750 ആണ് പേയ്മെൻറ്റ് വരുന്നത്.